എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, നമ്മളെ ഫസ്റ്റ് വീഡിയോക്ക് നല്ല വ്യൂസ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത, ലൈക്ക് ചെയ്ത, ഷെയർ ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഫാമിലി ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, കസിൻസ് ആവട്ടെ, ബാക്കിയുള്ളവരാവട്ടെ, എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വൈകിപ്പിക്കാണ്ട് വേഗം വീഡിയോക്ക് കടക്കാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഒരു മധുര പലഹാരമാണ്. പേര് മധുരക്കിഴി. മധുരം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. വൈകുന്നേരം ചായയുടെ ഒപ്പമൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു സ്നാക്സും കൂടിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നോ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഫില്ലിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ: വെർമിസെല്ലി 3 ടേബിൾ സ്പൂൺ, റവ 1.5 ടേബിൾ സ്പൂൺ, തേങ്ങ ചിരകിയത് 3 ടേബിൾ സ്പൂൺ, ഈത്തപ്പഴം 3 ചെറുതായി അരിഞ്ഞത്, അണ്ടിപ്പരിപ്പ് 7 4 പീസാക്കിയത്, ഉണക്കമുന്തിരി 10, പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ. ഇനി ബേസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: മൈദ 1/2 കപ്പ്, ഉപ്പ് 1/2 ടീസ്പൂൺ, വെള്ളം 1/4 കപ്പ്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യ് 1 ടീസ്പൂൺ, ഓയിൽ 1/2 കപ്പ്. ഇനി ഫില്ലിങ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഫസ്റ്റ് തേങ്ങയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പഞ്ചസാര കട്ട കുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ വെക്കുക. ചൂടായതിനു ശേഷം നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കാഷ്നട്ട് ആഡ് ചെയ്യുക. കാഷ്നട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ കോരി മാറ്റുക. ഇനി ആ നെയ്യിലേക്ക് തന്നെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കോരി മാറ്റി വെക്കുക. ഇനി ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. ഈത്തപ്പഴം ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ പഞ്ചസാരയും തേങ്ങയും കൂടി കുഴച്ച് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ മൊരിഞ്ഞ് വരുമ്പോൾ റവ ആഡ് ചെയ്ത് കൊടുക്കുക. റവ മൊരിഞ്ഞുണ്ട്. ഇനി വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കുക. വെർമിസെല്ലി മൊരിഞ്ഞ് വരുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ്ങിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കിഴിക്ക് ബേസ് ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മൈദയും ഉപ്പും വെള്ളവും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് കിഴി ഉണ്ടാക്കിയെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ബേസിൽ നിന്ന് ഒരു ചെറിയ ഉരുളൊക്കെ ഉള്ളത് എടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. പരത്തുമ്പോൾ കുറച്ചും കൂടി മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുക. വട്ടാവണമൊന്നുമില്ല. ഇപ്പം എൻ്റെ തന്നെ പൂപടം പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വട്ടായില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഇനി പരത്തി വെച്ചതിൻ്റെ നടുവേക്ക് 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. ഇനി മുകളിൽ നിന്ന് ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ട് കീട രൂപത്തിലാക്കിയെടുക്കുക. ഇനി കിഴിക്ക് ഒരു വള്ളിയും കൂടി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു ഉരുളെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കൈൻ്റെ അടി വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ഒരു വള്ളി പോലെ ആക്കിയെടുക്കുക. ഇനി കിഴിക്ക് വള്ളി കെട്ടി കൊടുക്കുക. അപ്പോൾ കിഴി ഓക്കെ ഉണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ആക്കിയെടുക്കുക. 1/2 കപ്പ് മൈദയിൽ 4 കിഴിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്നുവെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടുക. ബാക്കി ഫില്ലിംഗ് ഉണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അത് കുറച്ച് നാൾ വരെ കേടുകൂടാണ്ട് അവിടെ ഇരുന്നോളൂ. ഇനി കിഴി പൊരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടായാൽ എണ്ണ ഒഴിക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഓരോ കിഴിയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ കോരി മാറ്റുക. അങ്ങനെ മധുരക്കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വീഡിയോ ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.